നല്ല പക്ക മാസ് എൻ്റർടൈനർ. മറ്റേ ആക്ഷനും കോമഡിയിലുണ്ട്. ഈ ഫോർട്ട് കൊച്ചി മട്ടാഞ്ചേരി ഗ്യാങ്ങിൻ്റെ ഒരു ഫിലിമാണ്. നല്ലൊരു 2K പിള്ളേർക്ക് ഇഷ്ടപ്പെടുന്ന പടമാണ്. ഈ കാലത്തിന് പറ്റിയ ഫിലിമാണ്. നല്ലൊരു എൻ്റർടൈനറാണ്. യാതൊരു ലാഗൊന്നുമില്ല. ഒരു ക്രിക്കറ്റ് മാച്ചിലെ കാണുന്ന പോലെ നല്ല എഫക്റ്റ് ഉണ്ട്. ത്രില്ലറാണ്, കോമഡി ആക്ഷനാണ്. അർജുനാസ് നല്ല വേറെ ലെവലാണ്. ആ പിള്ളേർ തന്നെ അഭിനയിച്ചിട്ടുണ്ട്. എല്ലാം കൊണ്ടും ഒരു 100 കോടി ക്രോസ് ചെയ്യാൻ സാധ്യതയുണ്ട്. ഇത് ഇങ്ങനത്തെ പടം മഞ്ഞുമൽ ബോയ്സ് പോലെ വലിയ റീറ്റായി. പക്ക കൊച്ചി കളർ പടം, നല്ല വൈബ് പടം. ഞാൻ പക്ക മറ്റേ ന്യൂ ജനറേഷനെ പറ്റി പടം എന്ന് വിചാരിച്ച ഫാമിലിക്ക് കാണാൻ പറ്റിയ പടം. പക്ക ഇടിപടം നല്ലത്. നല്ലൊരു ഇമോഷനും, സൗണ്ട് ഗംഭീരമായിട്ട്, BGM ഗംഭീരമായിട്ട്, അഭിനയം എല്ലാവരും സൂപ്പറായിട്ട്. നമ്മൾ ശരിക്കും പറഞ്ഞൊരു വേറെ ലോകത്തേക്ക് കൊണ്ടുണ്ട്. ഒട്ടും ബോറടിക്കില്ല, ലാഗില്ല. നല്ല ഗൂസ് ബമ്പൊക്കെയുള്ള നിമിഷങ്ങളുണ്ട്. നല്ലൊരു കൊച്ചി കളർ പടം. ആക്ഷനും കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട്? സൂപ്പറായിട്ട്. ഡയറക്ടർ ഫസ്റ്റ് പടം നമുക്ക് ഒരിക്കലും തോന്നില്ല. അമ്മാതിരി രീതിയിൽ എൻ്റർടൈനർ, പക്ക എൻ്റർടൈനറാ. കൊച്ചിക്കാരുടെ പക്ക എൻ്റർടൈനർ പടം. എല്ലാവർക്കും ഇഷ്ടമാവും. യങ്സ്റ്റേഴ്സിന് മാത്രമാണ് ഫാമിലിക്ക് കയറാൻ പറ്റും. ഫാമിലി പടം, പക്ക ഫാമിലി പടം. ഇത് യങ്സ്റ്റേഴ്സിന് മാത്രമുള്ള പടമൊന്നുമല്ല, പക്ക എൻ്റർടൈനർ, കൊച്ചി എൻ്റർടൈനർ. അതെ, ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ട്, ഒരു ആങ്സൈറ്റി ഉണ്ട്. നമ്മുടെ അനിയനും കൂടി ഉള്ള കാരണം ഈ പറഞ്ഞ പോലെ പടം വിജയിച്ചാൽ മതി എന്നുള്ളതാണ്. പക്ഷേ സത്യം പറയാല ഉഗ്രം പടം. ഇപ്പോൾ ഫസ്റ്റ് ഹാഫ് കണ്ടവരെ നമ്മളൊരു ഇൻട്രസ്റ്റിലാണ് നിൽക്കണം. ഇപ്പോൾ ഒരു ക്യാരക്ടർ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളൂ. ഇപ്പോൾ പറയാൻ പറ്റില്ല, ആ ക്യാരക്ടർ അങ്ങോട്ട് വരുന്നേ ഉള്ളൂ. അപ്പം സെക്കൻഡ് ഹാഫിൽ ആ ക്യാരക്ടറിനെ കൂടി കാണുമ്പോൾ നമുക്ക് കുറച്ചുകൂടി ഒരു അടിപൊളിയായിട്ടുള്ള ഫീൽ ആയിരിക്കും. ഇത്രയും വർക്ക് ഇതിലെത്ര വർക്ക് ഇടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ആ വർക്ക് കാണുമ്പോൾ, സ്ക്രീനിൽ കാണുമ്പോൾ ഒരു സന്തോഷം, അത് സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഇടിയുടെ പെരുന്നാൾ എന്ന് പറഞ്ഞാൽ WWE നമ്മൾ ചെറുപ്പം തൊട്ട് കാണുന്ന ഒരു രീതിയിലുള്ള റെസ്ലിംഗ് ആണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഈ പറഞ്ഞ പോലെ എല്ലാവർക്കും പരിചയമുള്ള കുറേ ക്യാരക്ടേഴ്സ്, കുറേ മൂവ്സ്, ഇതൊക്കെ വരുമ്പോൾ നമുക്ക് തന്നെ ഒരു സന്തോഷം, നമ്മുടെ ചെറുപ്പകാലം ഓർമ്മ വരും. അപ്പോൾ അത് തന്നെയാണ് എല്ലാവർക്കും കിട്ടുന്ന ഫീല്. അപ്പോൾ നമുക്കിപ്പോൾ ഫോർ എക്സാമ്പിൾ ഇങ്ങനെ കാണിക്കുമ്പോൾ ജോൺ സീന മന്ന് അങ്ങനെ ഒരു ചോക്ക് സ്ലാം, ഇതെല്ലാം നമ്മളെല്ലാവരും WWE കണ്ടിട്ടുണ്ട്, അല്ലെങ്കിൽ WWE കണ്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും റിലേറ്റബിലിറ്റി ഫാക്ടർ ഉണ്ട്. പിന്നെ അടുത്ത ഹാഫിലേക്ക് പോകണമല്ലോ. അടുത്ത ഹാഫ് കണ്ടിട്ട് ബാക്കി പറയാം.